ബംഗളൂരു ബോറിംഗ് ആശുപത്രിക്ക് സമീപം ശക്തമായ വേനൽമഴയിൽ മതിലിടിഞ്ഞ 2 മലയാളികൾ ഉൾപ്പെടെ 7 പേർ മരിച്ച വാർത്ത നേരത്തെ നമ്മൾ നൽകിയിരുന്നു. വിനോദയാത്രയ്ക്കെത്തിയ എറണാകുളം രാമമംഗലം സ്വദേശികളായ ലത, സ്മിത എന്നിവരും മരിച്ചവരിൽ ഉൾപ്പെടുന്നുണ്ട്. മഴയിൽ നിന്ന് രക്ഷ നേടി മതിലിനു സമീപത്ത് നിന്നവരാണ് അപകടത്തിൽപ്പെട്ടത്. സജു ചമക്കാലയിലുണ്ട് ബംഗളൂരുവിൽ നിന്ന് വിശദാംശങ്ങളുമായി. ഇപ്പോൾ സജു ആശുപത്രിയിൽ എത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് അവിടെ നിന്ന് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ഉന്മേഷ് രശ്ന, ഇപ്പോൾ നമ്മൾ ബോറിംഗ് ആശുപത്രിയിലാണ് നിൽക്കുന്നത്. ഈ ബോറിംഗ് ആശുപത്രിയുടെ അതായത് എമർജൻസി വിഭാഗത്തിൽ വലിയ തിരക്കാണ് ഇപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മലയാളികൾ അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. 56 അംഗ സംഘമാണ് കേരളത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം ബംഗളൂരുവിലേക്ക് എത്തിയത്. അതായത് അതിലിപ്പോൾ 2 പേരുടെ മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 3 പേർക്കാണ് പരിക്ക് പറ്റിയിരിക്കുന്നത്. അതായത് 51 വയസ്സുകാരായ പ്രീതി, അതോടൊപ്പം 45 വയസ്സുകാരിയായ സിജി, 51 വയസ്സുള്ള മായ എന്നിവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. 56 അംഗ സംഘം കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ എത്തുകയും അതിൽ 3 പേരാണ് ഇപ്പോൾ ഈ വലിയൊരു അപകടത്തിൽ ജീവൻ നഷ്ടമായിരിക്കുന്നത്. അവർ എറണാകുളം രാമമംഗലം സ്വദേശികളാണ്. ലത, സ്മിത എന്നിവരാണ് മരിച്ചവർ. അതായത് അവർ ഈ ശിവാജി മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ശിവാജി മാർക്കറ്റിലെ പർച്ചേസിങ് കഴിഞ്ഞതിന് ശേഷം അവർ മടങ്ങവെയാണ് വലിയൊരു മഴ 5 മണിയോട് കൂടി ഒരു മഴ ഉണ്ടായത്. ഈ മഴയത്ത് മഴയിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി ഈ ബോറിംഗ് ആശുപത്രിക്ക് സമീപമുള്ള മതിലിനോട് ചേർന്നുള്ള ടാർപോളിന് കീഴിലേക്കായിരുന്നതാണ്. ഉടനെ വലിയ തോതിലുള്ള മഴയാവുകയും ഈ മതിലിടിഞ്ഞ് താഴേക്ക് വീണാണ് ഇത്ര വലിയൊരു അപകടമുണ്ടായിരിക്കുന്നത്. അപകട സ്ഥലത്ത് തന്നെ 7 പേരാണ് മൊത്തത്തിൽ അപകടത്തിൽ മരിച്ചിരിക്കുന്നത്. ഇതിൽ 2 പേർ മലയാളികളാണ്. ബാക്കി കർണാടക, അതോടൊപ്പം തന്നെ ആന്ധ്ര സ്വദേശികൾക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. 7 പേർ ഇപ്പോഴും ചികിത്സയിലാണ്. അതിൽ 3 പേരാണ് മലയാളികൾ. അതിൽ 3 സ്ത്രീകൾ തന്നെയാണ് മലയാളികൾ. 51 വയസ്സുകാരിയായ പ്രീതി, 45 വയസ്സുകാരിയായ സിജി, 51 വയസ്സുള്ള മായ എന്നീ 3 പേരാണ് മരിച്ചിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ഞെട്ടലാണ് ഇപ്പോഴും ഇവിടെയുള്ള മലയാളികൾ ഉൾപ്പെടെയുള്ള, പ്രത്യേകിച്ച് ഈ കൂടെ ഉള്ള ആൾക്കാർ അടക്കമുള്ളവർ നമ്മോട് വ്യക്തമാക്കിയത്. പക്ഷേ മാധ്യമങ്ങളോട് സംസാരിക്കാൻ അവർ തയ്യാറാകുന്നില്ല. എന്തായാലും വലിയൊരു അപകടമാണ് ഇന്ന് വൈകിട്ട് 5 മണിയോട് കൂടി ഉണ്ടായത്. ശക്തമായ വേനലിനെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും അതിശക്തമായ മഴ ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയത്. അതിന് പിന്നാലെ ഇന്ന് വൈകിട്ട് 5 മണിയോട് കൂടി ആരംഭിച്ച മഴ ഏകദേശം 1 മണിക്കൂറിലധികമാണ് നീണ്ടു നിന്നത്. ഈ മഴയ്ക്ക് പിന്നാലെ വലിയ കാറ്റും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വാഹനങ്ങൾക്കൊക്കെയും റോഡുകളിൽ വലിയ തോതിലുള്ള വെള്ളക്കെട്ട് ഉണ്ടാവുക, അതോടൊപ്പം തന്നെ മരങ്ങൾ കടപുഴകി വീണ് വാഹന ഗതാഗതമൊക്കെ തടസ്സമാകുന്ന രീതിയിലേക്ക് പോകുന്ന കാഴ്ചകളൊക്കെയും ഉണ്ടായിട്ടു. അതിനൊടുവിലാണ് ഇത്തരം ഒരു വലിയൊരു അപകടത്തിന്റെ വാർത്ത കൂടി വൈകിട്ടോട് കൂടി എത്തുന്നത്. ആദ്യം 7 പേർ മരിച്ചു എന്ന് പറഞ്ഞെങ്കിൽ പോലും അതിൽ മലയാളികൾ ഉണ്ടെന്നുള്ള വാർത്ത സ്ഥിരീകരിച്ചത് അല്പം മുൻപ്, അതായത് രാത്രിയോട് കൂടിയാണ്. എന്തായാലും 2 മലയാളികൾക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. 3 പേർ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുകയാണ്. ഇവർക്ക് മുകളിലേക്ക് ഈ മതിൽ ഇടിഞ്ഞു വീണാണ് വലിയൊരു അപകടമുണ്ടായത് എന്നുള്ള വാർത്തയാണ്, വിഷമകരമായിട്ടുള്ള വാർത്തയാണ് പങ്കുവെക്കാനുള്ളത്. വൈകിട്ട് 5 മണിയോട് കൂടിയാണ് ശിവാജി നഗറിനടുത്തുള്ള ബോറിംഗ് ആശുപത്രിക്ക് സമീപമുള്ള മതിലിടിഞ്ഞു വീണ് 7 പേർക്ക് ജീവൻ നഷ്ടമായത്. ഉന്മേഷ്, രസ്ന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.